Hi everybody, MDC Multidisciplinary Courses for Science. Semester 3rd, paper name is Understanding Kerala, Science, Culture and Literature. So today in this paper, we are going to discuss the chapter The Birth. The Birth is a short film, a Malayalam short film directed by Vimal Chandran. വിമൽ ചന്ദ്രൻ ഫോട്ടോഗ്രാഫറും അതുപോലെ തന്നെ ഫിലിം സ്ക്രിപ്റ്റ് റൈറ്ററും ഡയറക്ടറും ഒക്കെ ആയിട്ടുള്ള ഒരു വ്യക്തിയാണ്. അദ്ദേഹം ചെയ്തൊരു മൂവിയാണ് ദ ബർത്ത് എന്ന് പറയുന്നത്. ഈ മൂവിയുടെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറയുന്നത് ഷൂട്ട് ചെയ്തിരിക്കുന്നത് ഫോണിലാണ്, സ്മാർട്ട് ഫോൺ ഉപയോഗിച്ചിട്ടാണ് ഇത് ഷൂട്ട് ചെയ്തിട്ടുള്ളത്. അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറയുന്നത്. മാത്രമല്ല പവർഫുള്ളായിട്ടുള്ള വിഷ്വൽസും അതുപോലെ തന്നെ സിംബോളിക് സ്റ്റോറി ടെല്ലിംഗ് ഒക്കെയാണ് ഈ ഒരു ഷോർട്ട് ഫിലിമിനെ വ്യത്യസ്തമാക്കുന്നത്. ഇനി നമുക്ക് എന്താണ് ഇതിൽ ഡിസ്കസ് ചെയ്യുന്നത്, ഈ ഒരു ഷോർട്ട് ഫിലിമിൽ എന്താണ് ഡിസ്കസ് ചെയ്യുന്നത് നമുക്കൊന്ന് നോക്കാം. സോ ഫസ്റ്റ് ഐ ടോൾഡ് യു ദിസ് ഇസ് എ ഷോർട്ട് ഫിലിം മെയ്ഡ് ബൈ വിമൽ ചന്ദ്രൻ. അദ്ദേഹമാണ് ഇതിൻ്റെ ഒരു ഡയറക്ടറും റൈറ്ററും ഒക്കെ. അതുപോലെ തന്നെ അജയ് മേനോൻ ആണ് ക്യാമറ വർക്ക് ചെയ്തിട്ടുള്ളത്. എല്ലാ ഷോട്ടുകളും കംപ്ലീറ്റ്ലി ഓൺ സ്മാർട്ട് ഫോൺ വിവോ ഉപയോഗിച്ചിട്ടാണ് കാര്യങ്ങളെല്ലാം ഷൂട്ട് ചെയ്തിട്ടുള്ളത്. അതാണ് ഈ സിനിമയുടെ ഏറ്റവും വലിയൊരു ഹൈലൈറ്റ് എന്ന് പറയുന്നത്. ഇനി സെറ്റിംഗ് ആൻഡ് ക്യാരക്ടേഴ്സ്. The story is set in a quiet small town or rural environment inside a modest home. സോ ഒരു ആൻസെസ്ട്രൽ ഒരു തറവാട് വീട് പോലത്തെ ഒരു അന്തരീക്ഷം. അവിടെ വളരെയധികം കാം ആൻഡ് ക്വയറ്റ് ആയിട്ടുള്ള ഒരു ചെറിയൊരു ടൗണിലുള്ള ഒരു ചെറിയൊരു ഗ്രാമപ്രദേശം, ടൗൺ എന്ന് പറയാൻ പറ്റില്ല, ഒരു ഗ്രാമപ്രദേശം, ഒരു വില്ലേജ് ഏരിയയാണ്. അപ്പോൾ അവിടെയുള്ളൊരു ശാന്തമായിട്ടുള്ളൊരു വീട്, അവിടെയാണ് ഇതിൻ്റെ സെറ്റിംഗ് എന്ന് പറയുന്നത്. ഇതിലുള്ള കീ ക്യാരക്ടർ എന്ന് പറയുന്നത് ഒരു യങ് ബോയ് ആണ്. വി ഡോണ്ട് നോ വാട്ട് ഈസ് ഹിസ് നെയിം. അദ്ദേഹമാണ്, ആ ഒരു പയ്യനാണ് ഇതിൻ്റെ ലീഡിങ് ക്യാരക്ടർ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ആ ഒരു വീടെന്ന് പറയുന്നത് ഗ്രാൻഡ് മദറിൻ്റെ വീടാണ് എന്നുള്ള രീതിയിലുള്ള സൂചനകൾ നമുക്ക് ഷോർട്ട് ഫിലിമിൽ നിന്നും തരുന്നുണ്ട്. ഇനി ആ ഗ്രാൻഡ് മദറിന് ദ ഗ്രാൻഡ് മദർ പൊസസസ് എ മിസ്റ്റീരിയസ് മാജിക്കൽ ബുക്ക് വൺസ് ഹീ ഫൈൻഡ്സ് ദാറ്റ്. അപ്പോൾ ഒരു ദിവസം ഇപ്പോൾ ഈ പറഞ്ഞതുപോലെ തന്നെ അവനൊരു പുസ്തകം കണ്ടുപിടിക്കുന്നുണ്ട്. അത് ഗ്രാൻഡ് മദറിൻ്റെ പുസ്തകമാണ്, ഒരു മിസ്റ്റീരിയസ് ആയിട്ടുള്ളൊരു പുസ്തകമാണ്, ഒരു മാജിക്കലായിട്ടുള്ള ഒരു സ്ട്രേഞ്ച് ആയിട്ടുള്ളൊരു ബുക്ക്. അപ്പോൾ അങ്ങനെയാണ് ഈ ഒരു സിനിമയുടെ തുടക്കം എന്ന് പറയുന്നത്. ഇനി ഇതിൻ്റെ ഒരു ക്രോണോളജിക്കൽ നെറേറ്റീവ് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് ഇൻട്രൊഡക്ഷൻ ആൻഡ് ഡിസ്കവറി. അതായത് ദ ഫിലിം ഓപ്പൺസ് വിത്ത് ദ സീൻസ് ഓഫ് ദ ബോയ്സ് ഡെയിലി ലൈഫ്. ഈ കുട്ടിയുടെ ഡെയിലി ലൈഫ്, അതായത് ഡെയിലി റൂട്ടീൻ അങ്ങനെയാണ് ഈ സിനിമ തുടങ്ങുന്നത്. ഈ കുട്ടി എണീക്കുന്നു, സ്കൂളിൽ പോകുന്നു, തിരിച്ചു വരുന്നു, കുളത്തിൽ പോകുന്നു, കുളപ്പടവിലിരിക്കുന്നു. ആ രീതിയിൽ ഈ പറയുന്ന കുട്ടിയുടെ ഒരു ഡെയിലി ലൈഫ് റൂട്ടീൻ എങ്ങനെയാണ്, അതെന്താണ്, അതുപോലെ തന്നെ എക്സ്പ്ലോറിങ് അറൗണ്ട് ഹോം, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളുടെ സീനുകളൊക്കെ കാണിച്ചുകൊണ്ടാണ്. നല്ല പവർഫുള്ളായിട്ടുള്ള വിഷ്വൽസാണ് കേട്ടോ അതിൽ എടുത്തിട്ടുള്ളത്. ഈ ഒരു സിനിമാ രീതിയിലാണ് ആരംഭിക്കുന്നത്. ദ ഹൗസ് ഹോൾഡ്സ് എ സീക്രട്ട്. അതായത് ദർ വാസ് എ സ്പെഷ്യൽ ഓൾഡ് ബുക്ക്. അപ്പോൾ ആ വീട്ടിലൊരു സ്പെഷ്യലായിട്ടുള്ളൊരു ഓൾഡ് ബുക്ക് ഉണ്ട്. സീമിംഗ്ലി ഓർഡിനറി ആയിട്ടൊക്കെ തോന്നുമെങ്കിലും പക്ഷെ അത് ഓർഡിനറി അല്ല. അതെന്താണ്, യെറ്റ് എംബ്യോർഡ് വിത്ത് ഒരു മിസ്റ്ററി ആയിട്ടുള്ള അല്ലെങ്കിൽ എക്സ്ട്രാ ഓർഡിനറി ആയിട്ടുള്ളൊരു ബുക്ക്. അപ്പോൾ ഈ ഒരു പുസ്തകം അവനൊരു ദിവസം ഈ ഒരു പുസ്തകം കണ്ടുപിടിക്കുകയാണ്, ഈ ഒരു പുസ്തകം കാണുകയാണ്. അപ്പോൾ അതോടുകൂടിയിട്ടാണ് കാര്യങ്ങളുടെ തുടക്കം എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ എക്സ്പെരിമെൻറ്റേഷൻ വിത്ത് ദ ബുക്ക്. ഹി ടേക്സ് ദാറ്റ് ബുക്ക് അറ്റ് നൈറ്റ് ടു റീഡ്. രാത്രി അത് വായിക്കാൻ വേണ്ടിയിട്ട് ആ ബുക്ക് എടുക്കുന്നുണ്ട്. പുട്ട് ദ പെൻ ഇൻസൈഡ് ഇറ്റ് ആൻഡ് സ്ലീപ്സ്. പേന അതിൽ വെച്ചിട്ട് അവൻ കിടന്നുറങ്ങി പോകുന്നുണ്ട്. ദ നെക്സ്റ്റ് മോർണിംഗ്, പിറ്റേ ദിവസം രാവിലെ, ഹി വണ്ടേർഡ് ദാറ്റ് ദർ വാസ് 2 പെൻസ് ഇൻ ദ ബുക്ക്. ആ ബുക്കിൽ ഒരു പേനയ്ക്ക് പകരം വെച്ചിരുന്ന ആ ഒരു പേനയ്ക്ക് പകരം 2 പേനകളുണ്ടായിരുന്നു. സോ ക്യൂരിയസ് ആയി, ഇവൻ ഭയങ്കര ക്യൂരിയസ് ആയി. ആൻഡ് ദ ബോയ് ബിഗിൻസ് ടു ടെസ്റ്റ് ദ ബുക്സ് സ്ട്രേഞ്ച് പ്രോപ്പർട്ടി. അപ്പോൾ ഈ ബുക്കിന് എന്തൊക്കെയോ ഒരു സ്ട്രേഞ്ച്, ഒരു മിസ്റ്റീരിയസ് സംഭവം ഉണ്ടെന്ന് മനസ്സിലാക്കുന്നു. അങ്ങനെ അത് വീണ്ടും ടെസ്റ്റ് ചെയ്യാൻ തീരുമാനിക്കുന്നു. ഹി പ്ലേസസ് സ്മോൾ ഒബ്ജക്ട്സ് ഇൻ ടു ദ ബുക്ക് അറ്റ് നൈറ്റ്, കോയിൻ, ക്യാഷ്, സ്വീറ്റ്സ് എറ്റ്സെട്ര. അപ്പോൾ അതിന് ഒത്തിരി കാര്യങ്ങൾ, കോയിനും നാണയങ്ങൾ, അതുപോലെ തന്നെ ക്യാഷ്, സ്വീറ്റ്സ്, അതുപോലെ ഗോലി ഉണ്ടല്ലോ, കോട്ടി, ഇതൊക്കെ അതിലേക്ക് ഇട്ടിട്ട് നോക്കുന്നുണ്ട് ഓരോ ദിവസവും. അപ്പോൾ അതൊക്കെ ഡബിളായിട്ട് കിട്ടുന്നു. അപ്പോൾ അവനതൊരു ക്രൈസ് ആവുകയാണ്. അതങ്ങനെ വീണ്ടും അവൻ ഓരോ കാര്യങ്ങൾ ഓരോ ദിവസം രാത്രി അതിനകത്തേക്ക് ഇട്ടുകൊണ്ട് അവനത് എക്സ്പെരിമെൻറ്റ് തുടരുകയാണ് ഒരു വിയേർഡായിട്ട്. ഈച്ച് മോർണിംഗ് ഹി ഫൈൻഡ്സ് ദാറ്റ് ദ ഒബ്ജക്റ്റ് ഹാസ് മൾട്ടിപ്ലൈഡ്. ദർ ആർ 2 കോപ്പീസ് ഇൻസ്റ്റെഡ് ഓഫ് 1. അപ്പോൾ ആ പുസ്തകത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് അതിലേക്ക് എന്തെങ്കിലും ഇട്ടിട്ടുണ്ടെങ്കിൽ അന്ന് രാത്രി അതിലേക്ക് എന്തെങ്കിലും ഇട്ട് പിറ്റേ ദിവസം രാവിലെ ആകുമ്പോഴേക്കും അത് ഡബിളാകും, അത് മൾട്ടിപ്ലൈഡ് ആയിട്ടുണ്ടായിരിക്കും. അപ്പോൾ അതാണ് അതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. ഓവർ സക്സസീവ് നൈറ്റ്സ്
His experiments grow bolder as he tries different items, marveling at the doubling effect. അപ്പോൾ ഈ ഒരു ഡബിളിംഗ് എഫക്റ്റ് കാണാൻ വേണ്ടിയിട്ട് അവൻ ഡിഫറെൻറ്റ് ഐറ്റംസ് ഒബ്ജക്ട്സുകൾ അതിനകത്തേക്ക് ഇട്ടുകൊണ്ട് അവൻ്റെ പരീക്ഷണങ്ങൾ, അവൻ്റെ ഒരു വണ്ടർ, ക്യൂരിയോസിറ്റി ഒക്കെ തുടരുകയാണ്. എസ്കലേഷൻ ഓർ റിസ്ക്. ദ ബോയ് ബിക്കംസ് ഇൻക്രീസിംഗ്ലി എനാമേർഡ് ആൻഡ് ഫാസിനേറ്റഡ് ബൈ ദ ബുക്സ് പവർ. അപ്പോൾ ഈ ഒരു പുസ്തകത്തിൻ്റെ ഒരു പവറിൽ വളരെയധികം ആകൃഷ്ടനാവുകയാണ് ഈ ഒരു കുട്ടി. വളരെയധികം വണ്ടർ അടിക്കുകയാണ്, ക്യൂരിയസ് ആവുകയാണ്. അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ അവൻ അതിനകത്തേക്ക് ഡെയിലി ഇട്ടുകൊണ്ട് അവനത് പരീക്ഷണങ്ങൾ, ടെസ്റ്റ് തുടർന്നുകൊണ്ടിരിക്കുകയാണ്. There may be subtle signs of unease, dreams, nighttime sounds, shadows, flickers of light, a sense that something is not quite right. അപ്പോൾ ഈ രാത്രികളിൽ ഈ പറയുന്ന പോലെ പുസ്തകം വർക്ക് ചെയ്യുന്ന സമയത്ത്, ഡബിളാക്കുന്ന സമയത്ത് ഇവൻ ചില സ്വപ്നങ്ങൾ കാണുന്നുണ്ട്, നൈറ്റ് മെയർ കാണുന്നുണ്ട്, നൈറ്റ് ടൈം സൗണ്ടുകൾ കേൾക്കുന്നുണ്ട്, ഷാഡോസ്, ഫ്ലിക്കേഴ്സ് ഓഫ് ലൈറ്റ്, അങ്ങനെ കുറച്ച് സംഭവങ്ങളൊക്കെ ഇങ്ങനെ അവൻ സ്വപ്നത്തിൽ എന്ന വണ്ണം കാണുന്നുണ്ട്. എന്നിട്ട് രാവിലെ ഞെട്ടി എണീക്കുകയാണ് ചെയ്യാറുള്ളത്. ആൻഡ് ദ ആക്സിഡൻറ്റ് ടേണിംഗ് പോയിൻറ്റ്. വൺ നൈറ്റ്. ഇനി എന്താ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ ഒരു ദിവസം രാത്രി, ഇൻ ഹിസ് എക്സൈറ്റ്മെൻറ്റ് ഓർ കെയർലെസ്നെസ്, അവൻ ആ പുസ്തകം വായിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ അവൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റ് കൊണ്ടാണോ കെയർലെസ്നെസ് കൊണ്ടോ അവൻ എന്ത് ചെയ്യാണ്, ഉറങ്ങിപ്പോവുകയാണ്. അതങ്ങ് ഉറങ്ങിപ്പോകുമ്പോൾ ആ പുസ്തകം പിന്നെ തൻ്റെ മാറോട് വെച്ച് ചേർത്ത് ആണ് അവൻ ഉറങ്ങുന്നത്. ആ ബുക്ക് ഓപ്പൺ ആയിരുന്നു. അപ്പോൾ ആ പുസ്തകം തുറന്നു വെച്ച പുസ്തകം തൻ്റെ ദേഹത്തിനോട് ചേർത്ത് പിടിച്ചിട്ടാണ് അവൻ ഉറങ്ങിപ്പോകുന്നത്. ദ ബുക്ക് ഈസ് ഇൻ ഡയറക്റ്റ് കോൺടാക്റ്റ് വിത്ത് ഹിം ഡ്യൂറിങ് ദ നൈറ്റ്. അപ്പോൾ ആ പുസ്തകത്തിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്നുള്ളത് നമ്മൾ നേരത്തെ പറഞ്ഞു, ഡബിളാക്കും. അപ്പോൾ അങ്ങനെ രാത്രി ഈ ഇവനുമായിട്ട് ഡയറക്റ്റ് കോൺടാക്റ്റ് വന്നപ്പോൾ ആ ഒരു പ്രോസസ്സ് തുടങ്ങുകയാണ്. ദ മാജിക്കൽ റൂൾസ് ഓഫ് ദ ബുക്ക്, ദാറ്റ് ഈസ് ഡ്യൂപ്ലിക്കേറ്റ് വാട്ട് ഈസ് ഇൻസൈഡ്, ആ ഒരു സംഭവം തുടങ്ങുകയാണ്. നൗ എഫക്റ്റ് ദ ബോയ് ഹിംസെൽഫ്, ആ കുട്ടീനെയാണ് ഇപ്പോൾ ഡബിളാക്കാൻ പോണത്. റെവലേഷൻ ഇൻ ദ മോർണിംഗ്. ഡൗൺ ബ്രേക്സ്, പ്രഭാതം പൊട്ടി വിടർന്നപ്പോൾ ദ ബോയ് അവേക്കൻസ്, കുട്ടി എണീക്കുന്നുണ്ട്. ഹി വോക്ക് അപ്പ് സെൻസിങ് സംതിങ് സ്ട്രേഞ്ച് ഇൻ ദ ഹൗസ്, വീട്ടിലെന്തോ സംതിങ് സ്ട്രേഞ്ച് ഉണ്ടല്ലോ എന്ന് അവൻ എണീറ്റപ്പോൾ തന്നെ തോന്നി. ദെൻ ഹി സീസ് ഹിം, അവൻ കണ്ടു. അനദർ ബോയ്, മറ്റൊരു പയ്യനെ. ഹിസ് മിറർ ഇമേജ്, ഇവനെ കണ്ണാടിയിൽ കാണുന്നത് പോലെ ഇവൻ്റെ ഒരു മിറർ ഇമേജ് റീഡിങ് ദ ബുക്ക്, പുറത്ത് അവിടെ പുസ്തകം വായിച്ചിരിക്കുന്നുണ്ടായിരുന്നു ഇവൻ്റെ റൂമിന് വെളിയിൽ. ദ ഡോപ്പിൾ ഗാങ്ങർ, ഈ ഡോപ്പിൾ ഗാങ്ങർ എന്ന് ഉദ്ദേശിക്കുന്നത് ഡ്യൂപ്ലിക്കേറ്റ് ആയിട്ടുള്ള വണ്ണാണ്. അപ്പിയേഴ്സ് ഐഡൻറ്റിക്കൽ എന്ന് പറഞ്ഞാൽ ഐഡൻറ്റിക്കൽ ട്വിൻസ് എന്നൊക്കെ പറയും, ഒരേപോലെ, ഒരു വ്യത്യാസവും ഇല്ലാത്ത. അപ്പോൾ സെയിം ലുക്സ്, സെയിം ഏജ്. അപ്പോൾ അങ്ങനത്തെ ഒരു പയ്യനെ കണ്ടു. ദ ഒറിജിനൽ ബോയ് ആൻഡ് ദ ഡ്യൂപ്ലിക്കേറ്റ്, ദാറ്റ് മീൻസ് ദ ഡബിൾഡ് വൺ ലുക്സ് ഈച്ച് അതർ, രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുകയാണ്. ദർ ഈസ് ഷോക്ക്, വണ്ടർ, ഫിയർ. അപ്പോൾ അവിടെ ഒരു ഷോക്കും വണ്ടറും ഫിയറും ഒക്കെയുണ്ട്. ആൻഡ് ദ ഹൗസ് ദാറ്റ് വൺസ് ഫെൽറ്റ് സേഫ് നൗ ഫീൽസ് അൺകാനി. ഈ അൺകാനി എന്നുള്ളൊരു വേർഡ് ആക്ച്വലി ഹോമി ബാബയുടെ ഒരു കോൺസെപ്റ്റാണ് പോസ്റ്റ് കൊളോണിയലിസവുമായി ബന്ധപ്പെട്ട്. അതായത് അതുവരെ പരിചയമായ ഒന്ന് പെട്ടെന്ന് സ്ട്രെയിഞ്ചായിട്ട് മാറുന്നതിനെയാണ് ഈ അൺകാനി കൊണ്ട് ഉദ്ദേശിക്കുന്നത്, ഏറ്റവും ചുരുക്കി പറയുകയാണെന്നുണ്ടെങ്കിൽ. അപ്പോൾ അതുവരെയും ഉണ്ടായിരുന്ന അവൻ്റെ ആ ഒരു വീട്, ചുറ്റുപാട് എല്ലാം പെട്ടെന്ന് സ്ട്രെയിഞ്ചായിട്ട് തോന്നുകയാണ്. ആ ഒരു ക്യൂരിയോസിറ്റി, ആ ഒരു വണ്ടർ, അതിലേറെ ആ ഒരു ഫിയർ, അതൊക്കെ കാണിച്ചുകൊണ്ടാണ് സിനിമ അവസാനിക്കുന്നത്.